സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് സാർ. സാർ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു ഒബ്സർവേഷൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒബ്സർവേഷൻ ആണല്ലോ. പണ്ട് എൻ്റെയൊക്കെ ബാല്യകാലത്ത് ചെറിയ ചെറിയ കവലകളുണ്ട്. ആ കവലകളുണ്ട്, അതിനടുത്തൊരു കലുങ്കുണ്ടാവും. അപ്പോൾ ഈ കവലയിലെ ചായക്കടയുടെ പീടികയിൽ അല്ലെങ്കിൽ ഒരു കടയുടെ തിണ്ണയിൽ അല്ലെങ്കിൽ കലുങ്കിൽ ഇരുന്ന് വെടിവട്ടവും ആളുകൾ പറയും. അവർക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ പറയും, നിരീക്ഷണങ്ങൾ നടത്തും, ഗോസിപ്സ് പറയും. ഇന്നത് മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. അന്ന് അവർ പറയുമ്പോൾ അവർ മാത്രമേ കേട്ടിരുന്നുള്ളൂ, ആ കലിങ്കിലിരുന്നവർ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇന്ന് ലോകം മുഴുവൻ അത് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളും അതിൻ്റെതായ ഗുണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലോകം കുറച്ച് വികസിക്കും. അപ്പോൾ നമുക്ക് തോന്നുക എന്ന് പറയുന്നത് ഇത് ഓടി തീർക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ യാത്ര ഭയങ്കര ത്വരിതഗതിയിലാവും. ഈ സന്തോഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണിപ്പോൾ ആ മനസ്സ് നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കണ്ടു, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത്രയും കണ്ടു. ഇപ്പോൾ 50 പ്രാവശ്യം ഭൂമിയെ ചുറ്റി വരാൻ അത്രയും കാഴ്ചകൾ കണ്ടു. അപ്പോഴും ആവേശം തീർന്നിട്ടുണ്ടാവില്ല. ഇനിയും വേറെ എവിടെയൊക്കെ പോകാൻ, അത് ബഹിരാകാശത്ത് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, പക്ഷേ എങ്കിലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇരിക്കുന്നതൊക്കെ വളരെ സമാധാനമായിട്ടാണ്. ഇപ്പോൾ നടന്നു വന്നത് തന്നെ വളരെ പതിയാണ്. പക്ഷേ നമ്മൾ പല ആൾക്കാരെയും കാണുമ്പോൾ, ബിസിനസ്സൊക്കെ നടത്തുന്നവരെ കാണുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും അവരുടെ ചലനങ്ങൾ. സന്തോഷേട്ടൻ്റെ മനസ്സിപ്പോൾ എവിടെയാണ്? എൻ്റെ മനസ്സ് ഈ മരങ്ങാട്ടുള്ളി തന്നെയാണ് എപ്പോഴും. കാരണം ഞാൻ എവിടെ പോയാലും തിരിച്ച് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ജിയോഗ്രഫി ഈസ് ഹിസ്റ്ററി എന്നുവെച്ചാൽ ഭൂമിശാസ്ത്രം വെറും ചരിത്രമായി കഴിഞ്ഞു എന്ന്. നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഇനി പ്രസക്തമേ അല്ല. ഭൂമിയുടെ ഏത് ഭാഗത്തിരുന്നാലും ഈ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഒരു ഉരുണ്ട വസ്തുവിന് സെൻറ്റർ എന്ന് പറയാനില്ല. ശരിയല്ലേ? ഈ ഉരുണ്ട വസ്തുവിൻ്റെ ഏത് ഭാഗത്തിനും തുല്യ പ്രാധാന്യമാണ്. ഒരു ചതുരമൊക്കെ ആയിരുന്നെങ്കിൽ അതിന് കോർണറുകളുണ്ടാവാം, മധ്യം ഉണ്ടാകാം, എന്തുണ്ടാവാം. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് മരങ്ങാട്ടുപള്ളിയെ അത് ഭൂമിയുടെ കേന്ദ്രമായിട്ട് എനിക്ക് വേണം വ്യാഖ്യാനിക്കാം. എനിക്ക് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. അപ്പം ഈ മരങ്ങാട്ടുപള്ളിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ 3-4 സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ തിരിച്ചു വന്നേ പറ്റൂ. ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഇവിടേക്ക് ആശയങ്ങളും ചിന്തകളും ദൃശ്യങ്ങളും അനുഭവങ്ങളും കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ യാത്രകൾ. ഈ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ നാട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതടുത്ത സെക്കൻഡ് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് നോളജ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്, അറിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ദൃശ്യങ്ങളല്ല. അറിവിൻ്റെ ഒരു പിൻബലമുള്ള ദൃശ്യങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ. അത് സഞ്ചാരത്തിലാണെങ്കിലും എൻ്റെ മറ്റു പരിപാടികളിലാണെങ്കിലും ഞാൻ നടത്തുന്ന സംരംഭങ്ങളിലാണെങ്കിലും ഒക്കെ വേണ്ട ഇൻപുട്ട് എനിക്ക് കിട്ടുന്നത് ഈ യാത്രകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരങ്ങാട്ടുപള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളിലേക്ക്, ആശയം നടപ്പാക്കുന്ന കേന്ദ്രത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയുള്ള യാത്രകളാണ് എൻ്റെ എല്ലാ യാത്രകളും. എസ് കെ പൊറ്റക്കാടാണ് സന്തോഷ് ചേട്ടനെ ഗൈഡ് ചെയ്തതെന്ന് പറയുമ്പോൾ അത് വേറൊരു കാലമായിരുന്നു. പക്ഷേ ഫോർമാറ്റ് മാറി. പൊറ്റക്കാടിൻ്റെ യാത്രകൾ എഴുത്തായിരുന്നു, അതിന് വേറൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വിഷ്വലിലേക്കാണ് വരുന്നത്. അത് വേറൊരു സംഭവമാണ്. ഇതിനകത്തുനിന്ന് പിച്ച് ചെയ്യുകയാണ്. ഇനി അടുത്ത പിച്ചിങ് അതിനും കൂടെ ചേർത്ത് പറയണം. അന്നത്തെ ഒരു കാലം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പിച്ചിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആധുനിക സാങ്കേതികതകൾ, ഇപ്പോൾ 4D ഒക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അടുത്ത പിച്ചിങ് എങ്ങനെയാണെന്നുള്ള ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ലേബർ ഇന്ത്യയുടെ ആപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെ എങ്ങനെയായിരിക്കും അടുത്ത പിച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസും എന്നാ അനുഭവങ്ങൾ ഉണ്ട് താനും. അപ്പോൾ അടുത്ത ഫോർമാറ്റിലേക്ക് മാറാൻ കൂടുതൽ എളുപ്പമുള്ളൊരു അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ ഫോർമാറ്റിലേക്ക് ഇപ്പം തന്നെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഞാൻ മീഡിയയിൽ മാത്രം ഒരു സ്ക്രീനിലൂടെ കാണിക്കുന്ന ഒരു ലോകം അനുഭവം എന്നതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ ഫിസിക്കലി ഇനി യാത്ര ചെയ്ത് തുടങ്ങുക. ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അതിൽ കൂടുതൽ എന്താ യാത്രയുടെ അടുത്ത സ്റ്റേജ്? അടിപൊളി. ഞാനത് തുടങ്ങി. 1 കൊല്ലമായിട്ട് ഓടുക. ഇപ്പം എല്ലാ മാസവും 2-3 ഗ്രൂപ്പുകളെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ അടുത്ത ഡെവലപ്മെന്റ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു മുറിക്കാത്തിരുന്നുള്ള അനുഭവം. മറ്റേത് സ്മെല്ല് ചെയ്യുന്നു, രുചിക്കുന്നു, അനുഭവിക്കുന്നു, വിയർക്കുന്നു, വെയിൽ കൊള്ളുന്നു, മഞ്ഞ് കൊള്ളുന്നു. നിങ്ങൾ യഥാർത്ഥ അനുഭവം അത് പെർഫെക്ഷനിലേക്ക് എത്തിയെന്നല്ല, അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തണമുണ്ട്. പക്ഷേ അതിലൊരു സിസ്റ്റവും ബന്ധങ്ങളും ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെയെല്ലാം നമുക്ക് നെറ്റ്വർക്കുകൾ വേണം, അവിടെയെല്ലാം നമുക്ക് സംവിധാനങ്ങൾ വേണം. അപ്പോൾ 1 വർഷമായിട്ട് നന്നായിട്ട് പോവുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആദ്യത്തെ ടൂർ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ജൂണിൽ തന്നെ നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. ഓഫീസെല്ലാം റെഡിയായി, സ്റ്റാഫെല്ലാം വന്നു, പ്രവർത്തനങ്ങളായി. ഇപ്പോൾ ഏതാണ്ട് ഒരു 15-16ഓളം ടൂറുകൾ ഇപ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയി. എല്ലാ മാസവും 2-3 ടൂറുകൾ നമ്മൾ ഇൻ്റർനാഷണലി, അത് 10-15 ദിവസങ്ങളൊക്കെയുള്ള ടൂറുകളാണ് പലതും, എല്ലാ നാട്ടിലേക്കും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ സഞ്ചാരം ടെലിവിഷനിൽ, അതിനുശേഷം മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് TV-യിൽ ഒക്കെ അനുഭവിച്ച ആളുകൾ അവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഒറിജിനൽ
ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകാം. ഞാൻ സുഷി കഴിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടാൽ പോരാ, അതെ അതെ അതെ, നിങ്ങൾ സുഷി കഴിക്കണം. ആ രീതിയിലുള്ള മാറ്റം വേണം. പക്ഷേ സന്തോഷ് ചേട്ടൻ്റെ യാത്രകൾ ഇപ്പോൾ പറഞ്ഞ പോലെ പൊറ്റക്കാടിൻ്റെ യാത്രകൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ല പോയത്. ആ യാത്രയിൽ അയാൾ പോയതിനെ പോലെ നമ്മൾ സോളോ ആണ് പോയത്. ഈ സോളോ ട്രിപ്പിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട്, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ സോളോ ട്രിപ്പ്. ഇന്നത്തെ സോളോ അല്ല, ഇന്ന് സോളോ ട്രാവലേഴ്സ് ഒരുപാടുണ്ട്. ചിലപ്പോൾ അവരെ തന്നെ നമ്മൾ പലയിടത്തും കണ്ടുമുട്ടും. ഇന്നത്തെ കാലത്ത് ആരും സോളോ ട്രാവലർ അല്ല. അതെ, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായി തന്നെ നിങ്ങൾ സോളോ അല്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളെ വഴി കാണിക്കാൻ അതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ അതിനകത്ത് ആപ്പുണ്ട്, നിങ്ങൾക്ക് വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, തൊട്ടടുത്ത പെട്രോൾ പമ്പ് എവിടെയാണെന്ന് കാണിച്ചതിനാളുണ്ട്. അതിനാണ് ഈ സോളോ എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ എന്താണെന്ന് അറിയാതെ പോകുന്ന, നിങ്ങൾ പോകുന്ന ദിക്കേതാന്ന് പോലും അറിയത്തില്ലാതെ, അവിടെ ചെന്നാൽ മനുഷ്യരുണ്ടോയെന്ന് അറിയാതെ, മുമ്പിലെ നദിക്ക് കുറുകെ പാലം ഉണ്ടോയെന്ന് അറിയാതെ പോയ പോക്കിനാണ് ഈ സോളോ ട്രാവൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇന്ന് നമ്മൾ ഈ സർവ്വസന്നാഹങ്ങളും ടെക്നോളജിയുടെ സൗകര്യങ്ങളും, ഒരു മൊബൈൽ ഫോൺ പോലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ പണം മുതൽ എല്ലാം അതിനകത്തല്ലേ. നിങ്ങളുടെ ബാങ്ക് അതിനകത്താണ്, നിങ്ങളുടെ റൂട്ട് അതിനകത്താണ്, നിങ്ങളുടെ വിമാന ടിക്കറ്റ് അതിനകത്താണ്, വിമാനം അതിനകത്താണ്. ഇനി ഏതെങ്കിലും ഒരു നഗരത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സൊമാറ്റോ, സ്വിഗ്ഗി പോലൊരു സാധനത്തിനകത്ത് ഓർഡർ ചെയ്താൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് സാധനം ഫുഡിങ് കൊണ്ടുതരും, വഴിയറിയത്തില്ലെങ്കിൽ. അല്ലേ? ഇന്ന് എന്താണ് നിങ്ങൾക്കുള്ള അസൗകര്യം? ഇന്ന് യാത്രയ്ക്ക് ഒരു അസൗകര്യവും ഇല്ല. പുറപ്പെടാനുള്ള ഒരു ധൈര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നമ്മുടെ ആളുകൾ യാത്ര ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ അറിയോ? പുറപ്പെടാനുള്ളൊരു മടി. ഞാൻ ഈ ടൂർ കമ്പനി തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ? ഈ ടൂറിൽ വന്ന പല ആളുകളും, ഞാൻ പറഞ്ഞില്ലേ 10-14 ടൂർ ഇപ്പോൾ കഴിഞ്ഞു, ഈ 14-15 കഴിഞ്ഞു. ഈ ടൂറിൽ പങ്കെടുത്തതിലെ വലിയൊരു ശതമാനം റിപ്പീറ്റഡ് ആളുകളാണ്. ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞ 8 മാസത്തിനകം ഞങ്ങളുടെ 4 ടൂറുകളിൽ പങ്കെടുത്ത ആളുകളുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ട്രബിളേ മലയാളിക്കുള്ളൂ അതിൻ്റെ അർത്ഥം. ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേ, ഇപ്പോൾ ബങ്കി ജമ്പിങ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഹൈറ്റിന് പേടിയുള്ളതുകൊണ്ട്, പക്ഷേ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഇത് പകർത്തുമ്പോഴും നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള നമ്മളും കൂടെ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് തോന്നില്ല. അപ്പം എന്ത് ചെയ്യും? ഞാൻ ഈ ക്യാമറയുടെ ഒരു എന്താണ് പഴിചാരിയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ക്യാമറയും പിടിച്ചോണ്ട് ചാടാൻ പറ്റില്ല, അതുകൊണ്ട് ചാടിയില്ല എന്നൊക്കെ എനിക്ക് സത്യത്തിൽ പേടിയാണ്. അതുകൊണ്ട് ചാടാതെ. പക്ഷേ ഇത്തരം ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് ഒരു കുളിരുണ്ടാവില്ലേ? കുളിരില്ല, പേടി എനിക്ക് പലപ്പോഴും ഉണ്ടാവും. ഈ ബഞ്ചി ജമ്പൊക്കെ കാണുമ്പോൾ എനിക്കൊരിക്കലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാരഷൂട്ടിൽ നിന്ന് ചാടുന്ന പോലും എനിക്ക് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഈ ബഹിരാകാശത്ത് പോകാൻ. ഈ സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത് നാളത്തെ സാധാരണ മനുഷ്യന് യാത്ര ചെയ്യാനുള്ള ഒരു ഗതാഗതോപാധിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്പേസ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് മാത്രമല്ല അത്. അതായത് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഗതാഗത സംവിധാനങ്ങൾക്ക് സ്പീഡ് കൂടുന്നില്ല. വിമാനത്തിൻ്റെ സ്പീഡ് ഇപ്പോഴും കൂടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50 കൊല്ലം മുമ്പ് പോയ അതേ സ്പീഡിൽ ഇപ്പോഴും വിമാനം പറക്കുന്നത്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാവുന്നൊരു സംവിധാനം നമുക്കില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇനിയുള്ള കാലം മുഴുവൻ അത് മതി എന്നുള്ള സ്പീഡ്? പോരാ. നിങ്ങളിപ്പോഴും കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ ഒരു 16-17 മണിക്കൂർ ഇരിക്കണം വിമാനത്തിനകത്ത്. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണാത്തത് 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തുന്നതിനെക്കുറിച്ച്? അത് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. അത് വരണമെങ്കിലുള്ള ഒരു പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് നേരെ സ്പേസിലേക്ക് കയറുക, സ്പേസിൽ കൂടെ പോവുക, അവിടെ പോയി ഇറങ്ങുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ള ടെസ്റ്റ് ഫ്ലൈറ്റുകൾക്കാണ് സ്പേസ് ടൂറിസം എന്ന് അവർ ഓമന പേരിട്ട് വിളിക്കുന്നത്. അപ്പം നമ്മളൊക്കെ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിൻ്റേതായ ഡിലേ ഉണ്ടാവും, അതിൻ്റേതായ പ്രോസസ്സുണ്ട്. ഇതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്തരം ഒരു കാര്യത്തിൽ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം എനിക്ക് പുറത്ത് പറയാവുന്നതിനും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിനും പരിമിതിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ സാഹസികമായ പ്രവർത്തനങ്ങളിൽ എന്ന് പറയുമ്പോൾ പോലും ഭാവിയിൽ ഏത് സാധാരണക്കാരനും യാത്ര ചെയ്യാൻ പ്രാപ്തമാകുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ അത് സേഫ് ആയിരിക്കും, അത്ര റിസ്ക് ഉള്ളതായിരിക്കില്ല. ഒരു വിമാനയാത്ര പോലെ ലളിതമായിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ കാലയിൽ കയറ് കെട്ടിയിട്ട് താഴേക്ക് ചാടുന്ന പോലത്തെ ബഞ്ചി ജമ്പൊക്കെ പോലുള്ള സാധനത്തിലൊന്നും ഞാൻ അത്ര സാഹസികനൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഹൈറ്റിനെ പേടിയില്ല, അല്ലെങ്കിൽ അടഞ്ഞൊരു മുറിക്കാതിരിക്കാനുള്ള ലിഫ്റ്റിനകത്ത് കയറുമ്പോഴോ അല്ലെങ്കിൽ കുതിച്ചു വരുന്ന സാധനത്തിൽ അതൊന്നും എനിക്കൊരു ഭയമുള്ള സാധനമൊന്നുമല്ല. പക്ഷേ ഈ വലിയ അതിസാഹസം കാണിക്കേണ്ട കാര്യമില്ലെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ 2 കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കയറ് വലിച്ചു കിട്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അത്ര ആത്മവിശ്വാസമുള്ളവർ ചെയ്യട്ടെ. അവർക്ക് മറ്റൊരു കാര്യത്തേക്കാൾ അതിലാണ് അവരുടെ വൈദഗ്ധ്യവും. അവരെ അറിയപ്പെടുന്നു അതിൻ്റെ പേരിലാണ്. എൻ്റെ വൈദഗ്ധ്യവും ഞാൻ അറിയപ്പെടുന്നു ആ പേരിലല്ല. അതുകൊണ്ട് കുഴപ്പമില്ല.